أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بل تأتيهم بغتة فتبهتهم فلا يستطيعون ردها ولا هم ينظرون. ولقد استهزئ برسل من قبلك فحاق بالذين سخروا منهم ما كانوا به يستهزئون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1038 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ അംബിയായിലെ 40-41 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബൽ തഅതീഹിം ബഗ്തതൻ ഫതബ്ഹതുഹും ഫലാ യസ്തതിഊന റദ്ദഹാ വലാ ഹും യുൻദറൂൻ. വലഖദ് ഇസ്തഹ്സിഅ ബിറുസുലിൻ من قبلك فحاق بالذين سخروا منهم ما كانوا به يستهزئون. صدق الله العلي العظيم. സൂറത്തുൽ അംബിയയിലെ 40-41 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സത്യനിഷേധികൾ മക്കയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം വ്യാജ ദൈവങ്ങളെ വിമർശിക്കുന്നതിന്റെ, അവയെ പൂജിക്കുന്നതിന്റെ പേരിൽ, മക്കയിലെ ആളുകളെ വിമർശിക്കുന്നതിന്റെ പേരിൽ സത്യനിഷേധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരന്തരം പരിഹസിച്ചുകൊണ്ടിരുന്ന കാര്യം ഖുർആൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്നിട്ട് അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ദൂതൻ മുന്നോട്ട് വെച്ച ജീവിത ദർശനം ഉൾക്കൊള്ളാനോ പിൻപറ്റാനോ അത് ജീവിതത്തിൽ പകർത്താനോ സന്നദ്ധരാവാതിരിക്കുന്നതിന്റെ പേരിൽ അവർ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ആഖിബത്ത് ഏറ്റുവാങ്ങാൻ പോകുന്നു, ശിക്ഷ അവരെ തേടിയെത്താൻ പോകുന്നു എന്ന കാര്യം അവർക്ക് താക്കീതായിട്ട് അറിയിക്കപ്പെട്ടപ്പോൾ അവര് ധൃതിപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ഒരുപാട് കാലമായല്ലോ ഈ ശിക്ഷയുടെ കാര്യം പറഞ്ഞ് ഞങ്ങളെ നീ ഭീഷണിപ്പെടുത്തുന്ന, നിങ്ങൾ വിരട്ടാൻ നോക്കുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. ആ ശിക്ഷ എന്താണ് ഇങ്ങോട്ട് വരാത്തത് എന്നതാണ് അവര് ചോദിക്കുന്നത്. ആവർത്തിച്ച് താക്കീത് നൽകുന്ന ഈ ശിക്ഷ, ഈ നടപടി അത് സംഭവിച്ചൊന്നും കാണുന്നില്ലല്ലോ. ഞങ്ങൾ എത്ര പരസ്യമായിട്ടാണ് അള്ളാഹുവിന്റെ ദൂതനെ തള്ളിക്കളയുന്നതും ആ ദൂതൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സ്വീകരിക്കാതെ അതിനെ നിഷേധിച്ച് കളയുന്നതും ഒക്കെ വളരെ പരസ്യമായിട്ടാണല്ലോ. എന്നിട്ടും എന്റെ ഈ പറയപ്പെട്ട ശിക്ഷ വരാതിരിക്കുന്നത് എന്നതാണ് അവര് ഉന്നയിക്കുകയുണ്ടായ ഒരു ചോദ്യം. അതിനോട് പ്രതികരിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. ഖുലിഖൽ ഇൻസാനു മിൻ അജൽ. മനുഷ്യൻ ധൃതി എന്നത് അവന്റെ പ്രകൃതത്തിന്റെ തന്നെ ഭാഗമായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ താക്കീത് നൽകപ്പെടുന്ന കാര്യം സഊരീക്കും ആയാതി ഫലാ തസ്തഅജിലു. ഈ കാര്യങ്ങൾ, താക്കീത് നൽകപ്പെട്ട ഈ സംഗതി, നമ്മുടെ ചില അടയാളപ്പെടുത്തലുകൾ, ചില ദൃഷ്ടാന്തങ്ങൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ കാണിക്കുക തന്നെ ചെയ്യും, നിങ്ങൾ എന്നോട് ധൃതിപ്പെട്ടു വരേണ്ടതില്ല. അവര് ചോദിക്കുകയാണ്, മതാ ഹാദൽ വഅദ് ഇൻ കുൻതും സാദിഖീൻ. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ സത്യമാണെങ്കിൽ എവിടെയാണ് ഈ താക്കീത്, എവിടെയാണ് ഈ ഭീഷണി, ഈ വിരട്ടൽ എന്തേ നടപ്പിലാവാത്തത് എന്നതൊക്കെയാണ് അവരുടെ ചോദ്യം. അപ്പോ
അള്ളാഹു അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞത് ലൗ യഅലമുല്ലദീന കഫറു ഹീന ലാ യകുഫൂന അൻ വുജൂഹിഹിമുൻ നാറ വലാ അൻ ളുഹൂരിഹിം വലാ ഹും യുൻസറൂൻ. ഒരു സാഹചര്യം വരാൻ പോവുകയാണ്. അവരുടെ മുഖങ്ങളിൽ നരകത്തീ വന്ന് പതിക്കും, അവരുടെ മുതുകുകളിലും നരകാഗ്നി വന്ന് പൊതിയും. അവർക്ക് സഹായത്തിനായിട്ട് ആരും ഉണ്ടാവുകയുമില്ല. ആ ഘട്ടത്തില് അവരുടെ മേൽ വന്ന് പതിക്കുന്ന ഈ നരകത്തീ തട്ടി മാറ്റാൻ പോലും അവർക്ക് കഴിയുകയില്ല. ആ ഒരു സമയം അതിനെക്കുറിച്ച്, അതിന്റെ ഭീകരതയെക്കുറിച്ച് അവർക്ക് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ് അള്ളാഹു അവിടെ ഒരു അപൂർണമായ വാചകം പറഞ്ഞു വെക്കുന്നത്. അതിഭീകരമായ ഒരു സംഗതി, വാക്കുകളിൽ വിവരിക്കാൻ കഴിയാത്ത അത്രയും ഭീഷണമായത്, അത്രയും കടുപ്പമുള്ളത്. അങ്ങനെയുള്ള ആശയങ്ങളാണ് ഇങ്ങനെയുള്ള അപൂർണമായ വാചകങ്ങളിൽ ഖുർആൻ പ്രകടിപ്പിക്കുന്നത് കാണാൻ കഴിയും. വാക്കുകളിൽ അതിന്റെ വിവരണം പൂർത്തിയാക്കാൻ സാധിക്കാത്ത അത്രയും ഭീകരതയുള്ള, ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണത്. എന്നിട്ട് അതിനെക്കുറിച്ചാണ് തുടർന്നുള്ള ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള ആയത്തുകളിൽ കൂടുതലായിട്ട് വെളിപ്പെടുത്തുന്നത്. ബൽ തഅതീഹിം ബഗ്തതൻ, അവർ കരുതുന്ന പോലെ അങ്ങനെ കാത്തിരുന്ന് ഷെഡ്യൂൾ ചെയ്ത് അവർക്ക് അങ്ങനെ ഓരോ നിമിഷവും അതിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ അല്ല അത് സംഭവിക്കുക. ബൽ തഅതീഹിം, സാഴത്ത് സംഭവിക്കാൻ പോകുന്നത്, അവരോട് താക്കീത് നൽകപ്പെട്ട ആഖിബത്ത് അവരെ ഏറ്റുവാങ്ങാൻ പോകുന്നത് എങ്ങനെയാണ്? തഅതീഹിം ബഗ്തതൻ, വളരെ ആകസ്മികമായി, വളരെ പെട്ടെന്നാണ്. ബഗ്തത്ത് എന്നാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. വളരെ അപ്രതീക്ഷിതമായിട്ട്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, വളരെ ആകസ്മികമായി. അതിനുള്ള മുന്നൊരുക്കങ്ങളൊന്നും ആർക്കും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ലക്ഷണങ്ങള് ഒക്കെ പ്രകടമായതിനു ശേഷം എല്ലാ മുന്നൊരുക്കങ്ങളും ചെയ്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിലല്ല അത് സംഭവിക്കുക. അതിന്റെ പൊതുവായ ലക്ഷണങ്ങളൊക്കെ പ്രകടമായിട്ടുണ്ടാകും. പക്ഷെ ഇത് ഇന്ന് ഉണ്ടാവുമോ നാളെ ഉണ്ടാവുമോ എന്നതൊന്നും ആർക്കും അറിയാത്ത ഒരു രീതിയിൽ, ഒരു ആകസ്മികതയുടെ സ്വഭാവമുള്ള, വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് അത് അവരിലേക്ക് എത്തുക. ബൽ തഅതീഹിം, ആ ആഖിബത്ത്, ആ കാത്തിരിക്കുന്ന ആ സാഴത്തിന്റെ ആ അവസ്ഥ അവരിലേക്ക് എത്തുന്നത് വളരെ പെട്ടെന്നായി, അപ്രതീക്ഷിതമായിട്ടാണ്. ഫതബ്ഹതുഹും, അത് അവരെ സ്തബ്ധരാക്കി കളയും. അവരതില് ആകെ ഭയവിഹ്വലരായി പോകും. എങ്ങനെ പ്രതികരിക്കണം എന്ന് പോലും അറിയാത്ത ഒരു നിസ്സഹായാവസ്ഥയിൽ അവര് അകപ്പെട്ടു പോകും. ഫതബ്ഹതുഹും, അത് അവരെ സ്തബ്ധരാക്കി കളയും. സ്തബ്ധരാക്കുക എന്ന് പറഞ്ഞാൽ, തബ്ഹത്ത് എന്ന് പറഞ്ഞാല് അത് നമുക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന്, ഇപ്പോ നല്ല ഉറക്കത്തിൽ പെട്ടെന്ന് ആരെങ്കിലും തട്ടി വിളിച്ചാലോ അല്ലെങ്കിൽ ഒരു അതിഭീകരമായ ശബ്ദം കേൾക്കാൻ ഇടയായാലോ ഒക്കെ നമ്മൾ ഞെട്ടി ഉണരുമ്പോ ഉള്ള ആ ആദ്യത്തെ കുറഞ്ഞ സമയമുണ്ടല്ലോ, ആ സമയത്തുള്ള നമ്മളുടെ അവസ്ഥ, അതാണ് യഥാർത്ഥത്തിൽ ആ സ്തബ്ധരാവുക എന്ന് പറയുന്നത്. എന്താണ് ചെയ്യേണ്ടത്, ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് നടപടി എടുക്കണം എന്നത് അറിയാത്ത ഒരവസ്ഥയായിരിക്കും. നമ്മളെ ബോധമണ്ഡലം പ്രവർത്തനക്ഷമമല്ലാതെയായി നമ്മളാകെ നമ്മളുടെ നട്ടുംപുറത്ത് ശൈലിയിൽ പറഞ്ഞ ആകെ അന്തം വിട്ടു പോകുന്ന ഒരവസ്ഥയാണ്. ഫതബ്ഹതുഹും ഫലാ യസ്തതിഊന റദ്ദഹ, അതിനെ തടയാൻ, അതിനെ പ്രതിരോധിക്കാൻ, അതിനെ നമ്മളെ മേല് വന്ന് പതിക്കുന്നത് ഇല്ലാതാക്കാൻ അവർക്ക് കഴിയില്ല. ഫലാ യസ്തതിഊന, അവർക്ക് സാധ്യമല്ല. റദ്ദഹ, അതിനെ തടഞ്ഞു നിർത്താൻ. ആ സമയം, ആ സാഴത്ത്, ആ അഖിബത്ത് വന്നു ചേരുമ്പോ അതിനെ റദ്ദ് ചെയ്യാൻ, മലയാളത്തിൽ ഈ വാക്ക് വ്യാപകമായ ഉപയോഗത്തിൽ വന്നതാണ്. അറബിയില് ഖുർആനിൽ പലയിടത്തായിട്ട് ഉപയോഗിച്ചൊരു പദമാണ് റദ്ദ് എന്ന്. അപ്പൊ അതിനെ റദ്ദ് ചെയ്യാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ, ഒരു കോടതി ഉത്തരവ് അല്ലെങ്കിൽ ഒരു സർക്കാർ ഉത്തരവ് അത് റദ്ദ് ചെയ്യപ്പെടാറുണ്ട് ചിലപ്പോഴൊക്കെ. എന്ന് പറഞ്ഞാൽ അത് പ്രയോഗത്തിൽ കൊണ്ടുവരികയില്ല, നടപ്പിലാക്കപ്പെടുകയില്ല
എന്നൊരു തീരുമാനത്തിലേക്ക് വരും. അങ്ങനെ ആ വിധത്തില് ആ ദൈവിക നടപടിയെ ഫ്രീസ് ചെയ്ത് ഒരു സെക്കൻഡിൽ അങ്ങ് ബ്ലോക്ക് ചെയ്ത് നിർത്താൻ അവർക്ക് സാധിക്കുകയില്ല. ഫലാ യസ്തതിഊന, അവർക്ക് സാധ്യമല്ല. റദ്ദഹ, അതിനെ തടഞ്ഞു നിർത്തുക, അതിനെ പ്രതിരോധിക്കുക, അതിനെ നേരിടുക, അതൊന്നും അവർക്ക് സാധിക്കാത്ത വിധത്തിൽ അവർ സ്തബ്ധരായിരിക്കും. വലാഹും യുള്ളറൂൻ, അവർക്ക് ഒരു റെസ്പൈറ്റ് നൽകപ്പെടുന്നതല്ല. ഒരല്പം നേരം, ഒരു 5 മിനിറ്റ് ഞാനൊന്ന് എന്റെ വസ്ത്രങ്ങളൊക്കെ ഒന്ന് നേരെ ആക്കിക്കോട്ടെ എന്ന് പോലും പറയാനുള്ള ഒരു സമയം അവർക്ക് നൽകപ്പെടുന്നതല്ല. വലാഹും യുള്ളറൂൻ, അള്ളാഹുവിന്റെ ആ നടപടി പ്രയോഗത്തിൽ വരാനുള്ള കൽപ്പന ഉണ്ടാകുന്നതോടുകൂടി അത് വളരെ ബഗത്തത്തായിട്ട്, വളരെ പെട്ടെന്ന് ക്യുക്കായിട്ട് നടക്കും. അവരതിനൊട്ടും പ്രതീക്ഷിച്ചിരിക്കുന്ന, ഒരുങ്ങിയിരിക്കുന്നവരാവുകയില്ല. അതുകൊണ്ട് തന്നെ അവര് ആകെ സ്തബ്ധരായി പോകും. എന്താണ് എന്ന് പോലും ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനോ ചോദിക്കാനോ പോലും പറ്റാത്ത വിധത്തില് അങ്ങനെ അവരുടെ സകല ഇടപെടലുകളും നിലച്ചു പോകുന്ന, സ്തബ്ധരായി പോകുന്ന ഒരവസ്ഥ. അവർക്ക് അതിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഒരല്പം സമയം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാൻ, ഈ നടപടി എന്തായാലും നടപ്പിലാക്കും, എന്നാലും ഞാനൊന്ന് നേരെ എണീറ്റ് നിന്നോട്ടെ എന്ന് പറയാൻ പോലുമുള്ള ഒരു സമയം അവർക്ക് നൽകപ്പെടുന്നതല്ല. വലഖദ് ഇസ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബ്ലിക്. അപ്പൊ ഇത് ഇവര് പരിഹസിച്ച് കളയുന്ന, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുച്ഛിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ, അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങളെ പരിഹസിച്ചുകൊണ്ട്, വിമർശിച്ചുകൊണ്ട്, അതിനെ കൊച്ചാക്കിക്കൊണ്ടൊക്കെ ഇവര് പ്രതികരിക്കുകയാണ്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സംഗതി ദൈവിക നടപടി അല്ലെങ്കിൽ സാഴത്ത്, ആഖിബത്ത് എന്നതൊക്കെയാണ്. അതിനെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ പറയുകയുണ്ടായത്. ഞങ്ങള് ദൈവിക നടപടിക്ക് എന്നേ അർഹരായിട്ടുണ്ടല്ലോ, എന്നിട്ട് എന്തേ ആ ശിക്ഷ വരാത്തത്, നടപടി ഉണ്ടാവാത്തത്? ഇവൻ വെറുതെ ഞങ്ങളെ വരട്ടാൻ വേണ്ടി പറയുകയാണ് എന്നതാണ് അവരുടെ ഒരു മനോഗതം, അവരുടെ നിലപാടതാണ്. പക്ഷെ ആ സംഭവം ഉണ്ടാകുമ്പോ ഈ വർത്താനം പറയുന്ന ആളുകളുടെ നിഗളിപ്പൊന്നും അന്ന് അവർക്ക് സാധ്യമല്ല. ഒന്ന്, അതിനെ തടയാൻ അവരുടെ മുഖത്തും അവരുടെ മുതുകുകളിലും നരകാഗ്നി വന്ന് പതിക്കുമ്പോൾ അതിനെ തട്ടിമാറ്റാൻ അവർക്ക് കഴിയില്ല. അവർക്ക് യാതൊരു വിധത്തിലുള്ള സഹായം ആരെങ്കിലും വിളിച്ചാർത്തത് കൊണ്ട് ഒരു സഹായി അവരുടെ മുന്നിൽ വരികയില്ല. അപ്പോ ഇതാണ് ആ ഘട്ടത്തിലെ അവസ്ഥ. അത് വന്നു ചേരുമ്പോ അവരാണെങ്കിൽ പെട്ടെന്ന് സംഭവിക്കുന്ന ആ കാര്യത്തിന്റെ മുന്നിൽ പകച്ചു പോകും, അവര് സ്തബ്ധരായി നിന്നു പോകും. അവർക്ക് അതിനെ തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ ഒരു അല്പസമയം അതിനെ ഒന്ന് ഒരു അതിനെ നേരിടാനുള്ള ഒരു ഒരുക്കം ഉണ്ടാകാൻ പോലും നൽകപ്പെടുന്നതുമല്ല. ഈ കാര്യമാണ് അള്ളാഹു മുകളിൽ അവര് വിവരിച്ച സംഗതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മുകളില് സത്യനിഷേധികളെ കുറിച്ച് അള്ളാഹു നൽകിയ വിവരണത്തെ അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞു വെക്കുന്ന ഇതാണ്. അവര് കാണിച്ച ഒരു പ്രതികരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ താക്കീതുകളോടുള്ള അവരുടെ ആ പരിഹാസത്തോടു കൂടിയുള്ള പ്രതികരണം, അത് എത്ര ബുദ്ധിശൂന്യമായതും അജ്ഞതയിൽ നിന്ന് ഉടലെടുക്കുന്നതുമാണ് എന്നതാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുകയുണ്ടായത്. യഥാർത്ഥത്തിൽ ഈ മടയന്മാർക്ക് അറിയില്ല, ആ സംഗതി നടപ്പിലാക്കപ്പെടുമ്പോ വളരെ ഇൻസ്റ്റന്റ് ആയി, വളരെ ക്യുക്കായിട്ട് അത് നടപ്പിൽ വരുമ്പോ ഒന്ന് നിവർന്നു നിൽക്കാനോ അല്ലെങ്കിൽ ഞാൻ തയ്യാറായിക്കോട്ടെ എന്ന് പറയാനോ ഒന്നും കഴിയുന്ന ഒരു അവസ്ഥയായിരിക്കില്ല. അങ്ങനെയുള്ള റെസ്പൈറ്റ്, ഒന്ന് കാത്തു നിൽക്കുന്ന ഒരു പരിപാടിയൊന്നും അതിന് ഉണ്ടാവുകയില്ല. ഇതിനെക്കുറിച്ച് അറിയാതെയാണ് ഈ മടയന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തെ പരിഹസിക്കുന്നത്. എന്നാൽ അത് വന്നു ചേരുമ്പോ ഈ നിഗളിപ്പോ അല്ലെങ്കിൽ അവരുടെ ഈ വലിയ വായിലുള്ള വർത്തമാനോ ഒന്നും അവർക്ക് സാധിക്കില്ല. നിസ്സഹായതയിലായിരിക്കും അവർ. ആർത്തു കരഞ്ഞാൽ പോലും ഒരാളുടെയും സഹായം ലഭിക്കുന്ന ഒരവസ്ഥയിൽ ആയിരിക്കുകയില്ല അവര് എന്നതാണ് വസ്തുത. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വ്യക്തിപരമായിട്ട് അള്ളാഹു ഒരു കാര്യം പറയുന്നു. അള്ളാഹുവിന്റെ ദൂതൻ വളരെ പ്രയാസപ്പെടുത്തപ്പെടുന്ന വിധത്തില് പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം ലോകത്ത് മറ്റേത് മനുഷ്യ സമൂഹത്തിന് പരിചയമുള്ള ജീവിത ദർശനത്തിനേക്കാളും ഇൻവിൻസിബിൾ ആയിട്ടുള്ള ഏറ്റവും യുക്തിഭദ്രതയുള്ള ഒരു കാര്യമാണ് എന്ന അവസ്ഥ ഉണ്ടായിരിക്കെ തന്നെ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ആ ജീവിത ദർശനത്തിന്റെ പേരിൽ ആളുകൾ അദ്ദേഹത്തെ പരിഹസിക്കുകയാണ്. അദ്ദേഹം നിരന്തരമായി പരിഹാസത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സംഗതി തീർച്ചയായിട്ടും അദ്ദേഹം ഒരിക്കലും അത് അർഹിക്കുന്ന ആളല്ല. പരിഹസിക്കപ്പെടാൻ അർഹതയുള്ള ആളുകള് പരിഹസിക്കപ്പെടുമ്പോ തന്നെ മനസ്സിന് വലിയ വിഷമായിരിക്കും. നമ്മൾ ചെയ്ത നമ്മളുടെ ഭാഗത്ത് പറ്റിയ പിഴവുകളുടെ പേരിൽ ആരെങ്കിലും നമ്മളെ ആക്ഷേപിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വിഷമാണ്. എന്നാൽ നമ്മൾക്ക് ഒരു നിലക്കും ആക്ഷേപം അർഹിക്കാത്ത വിഷയങ്ങളിൽ നമ്മൾ ആക്ഷേപിക്കപ്പെടുമ്പോ അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടായിക്കൊള്ളണമെന്നില്ല. ഞാൻ അതിന് ആക്ഷേപിക്കപ്പെടേണ്ടവനല്ല എന്ന് ആളുകൾക്ക് അറിഞ്ഞോളണമെന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ അത് നമുക്ക് ഇരട്ടി വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത്തരം അനുഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഗംഭീരമായ ഏറ്റവും ഉത്തമമായ സംഗതി സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ ദൂതൻ. അവരുടെ രക്ഷാമാർഗം അത് മാത്രമാണ്. അവർക്കൊരു മോചനം, ജീവിതത്തിന്റെ അവരകപ്പെട്ടിരിക്കുന്ന ആ പ്രതിസന്ധിയിൽ നിന്നുള്ള ഭൗതിക ലോകത്തും മരണാനന്തരവുമുള്ള മുക്തി മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ്. എന്നാൽ അതിന്റെ പേരിലാണ് അദ്ദേഹം ആക്ഷേപിക്കപ്പെടുന്നത്, അദ്ദേഹം പരിഹാസത്തിന് ഇരയാവുന്നത്, ജനങ്ങൾ അദ്ദേഹത്തെ കൊച്ചാക്കിക്കൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ ഒരു സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിഷമം ഉണ്ടാക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അള്ളാഹു അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്ന കാര്യം ഈ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. വലഖദ് ഇസ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബ്ലിക്, പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന സകല ദൂതന്മാരും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സന്ദേശവുമായി ഈ ദൈവിക ദൗത്യവുമായി കടന്നു വന്ന ഒരു പ്രവാചകനും ഇത്തരത്തിലുള്ള പരിഹാസത്തിന് ഇരയാകാതെ പോയിട്ടില്ല. അവരൊക്കെയും തന്നെ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. പരിഹാസമല്ലേ താങ്കളെ അവര് കൊച്ചാക്കിക്കൊണ്ട് നിസാരനാക്കിക്കൊണ്ട് പരിഹസിക്കുന്ന സംസാരിക്കുന്ന ആ രീതി, അത് താങ്കളെ വിഷമിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതാണ്. വലഖദ് ഇസ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പുള്ള ദൂതന്മാർ ഇതേ വിധം പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് എന്താണ് ഉണ്ടായത്? ഫഹാഖ ബില്ലദീന സഖറൂ മിൻഹും മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, ഏതൊരു കാര്യത്തിനെ മുൻനിർത്തിക്കൊണ്ടാണോ അവര് ദൂതന്മാരെ പരിഹസിക്കുകയുണ്ടായിരുന്നത്, ആ കാര്യങ്ങള് അവരുടെ മേലങ്ങ് അങ്ങ് വന്ന്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത് അവരുടെ മേലങ്ങ് അറം പറ്റുകയാണ് ഉണ്ടായത്. മലയാളത്തിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അതിന് എന്ത് കൃത്യമായ അർത്ഥമാണ് എന്നത് നമുക്കറിയില്ല. പക്ഷെ അറം പറ്റുക എന്നൊരു വാക്ക് മലയാളത്തിൽ പ്രയോഗത്തിലുണ്ട്. അപ്പോ ഖുർആൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഏതൊരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണോ ഈ ആളുകള് ആ പ്രവാചകന്മാരെ ആ ദൂതന്മാരെ പരിഹസിക്കുകയുണ്ടായത്, അത് ആ സംഗതി അവരുടെ മേൽ വന്ന് ചേരുകയാണ്. ആ പരിഹസിച്ച സംഗതി അവരെ പിടികൂടുകയാണ്, അവരെ നാലുപാട് നിന്നുമായിട്ട് കീഴ്പ്പെടുത്തുകയാണ്. ഫഹാഖ ബില്ലദി, അപ്പോ വലഖദ് ഇസ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബ്ലിക ഫഹാഖ ബില്ലദീന സഖറൂ മിൻഹും, ഈ ദൂതന്മാരെ പരിഹസിച്ചത് ഏത് കാര്യത്തിന്റെ പേരിലാണോ അത് മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, ഏത് കാര്യത്തിന്റെ പേരിലാണ്, ഏത് വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അവർ ദൂതന്മാരെ പരിഹസിക്കുന്നുണ്ടായത്, ആ കാര്യം അത് അവരുടെ മേൽ വന്ന് പതിക്കുകയാണ്, അത് അവരെ പിടികൂടുകയാണ്. ഇതാണ് ചരിത്രത്തിലുടനീളം ഉണ്ടായിട്ടുള്ള കാര്യം. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പ് ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും പല നാടുകളിലേക്കായിട്ട് വന്നിട്ടുള്ള ദൈവിക ദൂതന്മാര്, അവര് ആ സമൂഹത്തിന് നൽകിയ താക്കീതുകള്, അത് അവര്
അദ്ദേഹത്തെ അതിന്റെ പേരിൽ പരിഹസിച്ചുകൊണ്ടിരുന്ന അവർ നോക്കി നിൽക്കെ ആ താക്കീത് അവരുടെ മേൽ നടപ്പിലാക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്, കാണാൻ പറ്റിയിട്ടുള്ളത്. സാലിഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹം മദായിൻ സാലിഹ് ഭൂപ്രദേശത്ത് ഹിജ്റ പ്രദേശത്ത് അധിവസിച്ചിരുന്ന ജനത, അതുപോലെ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ സമൂഹം, അതുപോലെ ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹം, അവർക്കൊക്കെ മുമ്പ് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹം, ഇവരൊക്കെ തന്നെ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട് വന്നിരുന്ന പ്രവാചകന്മാര് അവർക്ക് നൽകിയ താക്കീതുകളെ പരിഹസിക്കുകയായിരുന്നു. അവരതിനെ നിസാരമായി കണ്ടുകൊണ്ട് പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂഹ് അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രയോഗം ഖുർആനിലുണ്ട്. പ്രളയത്തെക്കുറിച്ച് ഉള്ള താക്കീത് നൽകിക്കൊണ്ടിരിക്കെ ഫാറത്തന്നൂർ എന്ന് പറയുന്ന ഒരു പ്രയോഗം കാണാം. അടുപ്പിൽ നിന്ന് ആ പ്രളയജലം അങ്ങ് പൊട്ടി നിർഗളിക്കാൻ തുടങ്ങി എന്ന് ഖുർആൻ പറയുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ ഒരു പരിഹാസമായിട്ട് ആളുകൾ സംസാരിച്ചിട്ടുണ്ടാകാം, എവിടെ നൂഹിന്റെ പ്രളയം പോലെയാണല്ലോ എന്ന വിധത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. കാരണം ഒരിക്കലും സംഭവിക്കുകയില്ലാത്ത ഒരു കാര്യം എന്നുള്ള നിലക്ക് അവര് നൂഹ് അലൈഹി ഇസ്ലാം നൽകിയ താക്കീതിനെ കുറിച്ച് പറയാൻ തുടങ്ങിയിട്ടുണ്ടാവണം. അങ്ങനെയൊക്കെയുള്ള വിവരണങ്ങൾ അതിനെക്കുറിച്ച് കാണാൻ പറ്റും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഡ്രൈ ആയ സ്ഥലമാണല്ലോ അടുപ്പ് എന്ന് പറയുന്നത്. അടുപ്പിനേക്കാൾ ഡ്രൈ ആയ ഒരു സ്ഥലം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എപ്പോഴും തീ കത്തിക്കപ്പെടുന്നതുകൊണ്ട് നനവില്ലാത്ത ഈർപ്പമില്ലാത്ത ഒരു ഇടമാണ്. ആ ഇടത്തിൽ നിന്ന് പോലും വെള്ളം പൊട്ടി ഒഴുകാൻ തുടങ്ങി, അങ്ങ് ചീറ്റി ഒഴുകാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അവര് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ താക്കീതുകളെ പരിഹസിച്ച് ഈ അവരുടെ സംസാരത്തിന്റെ തന്നെ ഭാഗമായി മാറിയിട്ടുണ്ടായിരുന്നു. ഇത് നൂഹിന്റെ ഒരു താക്കീത് പോലെ ഉണ്ടല്ലോ, നിന്നെ വിളിച്ചിട്ട് നീ എവിടെയാണ്, എന്നെ കാണാനില്ലല്ലോ, വരാന്ന് പറയല്ലാതെ നീ വരുന്നില്ലല്ലോ, നീ എന്താ നൂഹിന്റെ താക്കീത് പോലെ ആയോ എന്നൊക്കെയുള്ള വിധത്തില് അവര് സംസാരിക്കുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ടാവും. അത്രയും ദീർഘമായ ഒരു കാലം നൂഹ് അലൈഹി ഇസ്ലാം അവർക്കിടയിൽ താക്കീതുകാരനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏതൊരു കാര്യം മുൻനിർത്തിക്കൊണ്ടാണോ അവര് നൂഹ് അലൈഹി ഇസ്ലാമിനെ പരിഹസിച്ചിരുന്നത്, അതങ്ങ് വന്നപ്പോ ഫഹാഖ ബില്ലദീന സഖറു. അപ്പോ ഖുർആന്റെ പ്രയോഗം അങ്ങനെയാണ്, ഫഹാഖ ബില്ലദീന സഖറു മിൻഹും. അദ്ദേഹത്തെ അല്ലെങ്കിൽ ഈ ദൂതന്മാരെ പരിഹസിച്ചിരുന്ന ആളുകൾ അവരുടെ മേൽ വന്ന് പതിക്കുകയാണ്, അവരെ പിടികൂടുകയാണ്. പൂർണ്ണമായിട്ടും അവർക്ക് മുക്തി നേടാൻ കഴിയാത്ത വിധത്തില് അവരെ പരിഹസിച്ചിരുന്ന ആളുകളെ ഈ താക്കീത് ചെയ്യപ്പെട്ട കാര്യം അവരെ പിടികൂടുകയാണ്, അവരെ മേൽ വന്ന് പതിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ ആ വിധത്തില് അകപ്പെടുത്തുകയാണ് എന്നാണ് ഈ പ്രയോഗം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അപ്പോ ഈ സംഗതി വരുമ്പോ ദൈവിക ശിക്ഷയുടെ അല്ലെങ്കിൽ ഇത്തരം നടപടികളുടെ കുറിച്ചുള്ള താക്കീതുകൾ നിരന്തരം നൽകപ്പെട്ടിട്ട് അത് വരുമ്പോ ഇപ്പൊ പരിഹസിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ഒരു പ്രതികരണവും നൽകാൻ പറ്റാത്ത വിധത്തിലാണ് അവര് നിസ്സഹായരായി പോകുന്നത്. അപ്പൊ ഇതാണ് അള്ളാഹു കൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ താങ്കൾ ഒരു നിലക്കും വിഷമം അനുഭവിക്കുന്നവൻ ആവേണ്ടതില്ല എന്നാണ് ഇവിടെ പരോക്ഷമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്. പരിഹാസം എന്നത്, നിരന്തരമായി പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വരിക എന്നത്, തിരസ്കരിക്കപ്പെടുക എന്നത്, നിഷേധിക്കപ്പെടുക എന്നത്, ആട്ടി ഓടിക്കപ്പെടുക എന്നത്, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുക എന്നത് ഒക്കെ പ്രവാചകന്മാരുടെ ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുഭവങ്ങളാണ്. അത് താങ്കൾക്ക് മാത്രമുള്ളതല്ല, പൂർവിക പ്രവാചകന്മാർക്കൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? ഏതൊരു കാര്യത്തിന്റെ പേരിലാണോ ഈ ദൂതന്മാരെ അവർ പരിഹസിച്ചിരുന്നത്, അത് ഈ പരിഹസിച്ച ആളുകളുടെ മേൽ അങ്ങ് വന്ന് പതിക്കുകയാണ്. അവർക്ക് പിന്നെ അതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുന്നേയില്ല. ഇതാണ് ചരിത്രം വെളിപ്പെടുത്തുന്ന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാഥാർത്ഥ്യം. അപ്പൊ ഒരിക്കലും തന്നെ ഈ പരിഹസിക്കുന്നവര് വിജയിക്കാൻ പോകുന്നില്ല. അത് താൽക്കാലികമായുള്ള അവരുടെ ഒരു നിലപാട് മാത്രമാണ്. എപ്പോഴും അങ്ങനെയാണ്. അനർഹമായ കാരണമില്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായ വിധത്തിൽ ആരെങ്കിലും പരിഹസിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കി നിൽക്കേ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു
അതിന്റെ ഒരു ആക്ഷേപത്ത് ഉണ്ട്. ആ പരിഹസിക്കുന്ന ആളുകള് ആ പരിഹാസത്തിന്റെ എന്തൊക്കെ ദുര്യോഗങ്ങളുണ്ടോ അത് ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു കാഴ്ച. അത് ചരിത്രത്തില് ഉടനീളം നമ്മുടെ തന്നെ ചുറ്റുപാടും നമ്മളുടെ കാഴ്ചവട്ടത്തും ഒക്കെ ആയിട്ട് ഇത്തരം അനുഭവങ്ങൾ നമുക്ക് ധാരാളം കാണാൻ കഴിയും. അപ്പോ പ്രവാചകന്മാരെ പരിഹസിക്കുക എന്ന് പറയുന്നത് പരിഹാസം തന്നെ വളരെ മോശമായ ഒരു സ്വഭാവമാണ്. പ്രവാചകന്മാരെയാണ് പരിഹസിക്കുന്നതെങ്കിൽ അത് ഏറ്റവും കടുപ്പമേറിയ ഒരു സംഗതിയാണ്. കാരണം സകലതും ത്യജിച്ചുകൊണ്ട് ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ മനുഷ്യരാശിയുടെ നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അവരുടെ വഴികാട്ടികളായിട്ട് രംഗത്ത് വരുന്ന ആളുകളാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരെയാണ് പരിഹസിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ആ പരിഹസിക്കുന്ന ആളുകൾ എന്ത് കാര്യം മുൻനിർത്തിയാണോ അവര് ദൂതന്മാരെ പരിഹസിക്കുകയുണ്ടായിട്ടുള്ളത്, ആ സംഗതി അവരുടെ മേൽ വന്ന് പതിക്കുകയും നടപ്പാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് ഏറ്റുവാങ്ങാനിരിക്കുന്നത്. ഇത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ്, ഒരു സുന്നത്താണ്. അള്ളാഹു അവരുടെ മേൽ അത് നടപ്പിലാക്കുന്നു. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിയോഗികളുടെ കാര്യം തന്നെ എടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇന്ന് ഷാനിയൊക്കെ ഹുവൽ അബ്തർ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ആശ്വസിപ്പിക്കുന്ന ഒരു വാചകം കാണാൻ പറ്റും. അതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാലറ്റവൻ, പിൻഗാമിയില്ലാത്തവൻ എന്ന വിധത്തിൽ പരിഹസിച്ച അബൂലഹബിനെ കുറിച്ചാണ് അള്ളാഹു പരാമർശിക്കുന്നത്. ഇന്ന ഷാനിയൊക്കെ ഹുവൽ അബ്തർ, തീർച്ചയായിട്ടും നിന്റെ ശത്രു, നിന്നോട് വിരോധം പുലർത്തിക്കൊണ്ട് നിന്നെ അബ്തർ എന്ന് വിളിക്കുന്ന ആളുണ്ടല്ലോ, അയാള് തന്നെയാണ് പിൻഗാമിയില്ലാത്തവൻ എന്ന് ഖുർആൻ ഒരു പ്രവചനം നടത്തുന്നത് കാണാൻ കഴിയും. നോക്കി നിൽക്കെ മക്കയിലെ ആ തലമുറയിലെ ആളുകൾക്ക് കാണാൻ പറ്റുന്ന വിധത്തിൽ തന്നെ ശവം ചീഞ്ഞു നാറിയിട്ട് പോലും അതൊന്ന് ഒരു കുഴിയിലേക്ക് എടുത്തിടാൻ മക്കളോ അനുയായികളോ ഇല്ലാതെ ദിവസങ്ങളോളം അബൂലഹബിന്റെ ശരീരം അല്ലെങ്കിൽ മൃതദേഹം അങ്ങനെ ചീഞ്ഞളിഞ്ഞ് അങ്ങേയറ്റം പ്രയാസം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള ദുർഗന്ധം വമിക്കാൻ തുടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായത് മക്കയിലെ ആളുകൾ കാണുകയുണ്ടായ ഒരു ചരിത്ര സത്യമാണ്. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. 2 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. സൂറത്തുൽ അംബിയായിലെ 40-41 ആയത്തുകളാണ്. 2-3 ചോദ്യങ്ങൾ ഇവിടെ വന്നത് പ്രതികരണം അർഹിക്കുന്നതായിട്ടുള്ളത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഒന്ന്, ഈ ചോദ്യങ്ങളൊക്കെയും തന്നെ SK എന്ന പ്രൊഫൈലിൽ വന്നതാണ്. ഒന്ന്, സത്യനിഷേധികൾ എന്ന പേരിൽ മനുഷ്യരെ നരകാഗ്നിയിൽ അള്ളാഹു പീഡിപ്പിക്കും എന്നൊക്കെ ഇസ്ലാം പറയുന്നത് ഇതര മതസ്ഥർ അറിഞ്ഞാൽ ഇസ്ലാം വിശ്വാസികൾക്കെതിരെ ജനവികാരം ഉണരില്ലേ എന്നാണ്. അപ്പോ 2-3 കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. സത്യനിഷേധികൾ നരകാഗ്നിയിൽ പീഡിപ്പിക്കപ്പെടും അല്ലെങ്കിൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് പറയുന്നത് ഈ ആളുകൾ, ഇത്തരം വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, ഇത്തരം മതസ്ഥരും ഒക്കെ തന്നെ ഇസ്ലാമിനോട് വിരോധമുള്ളവരും അതുപോലെ തന്നെ ശത്രുത കാണിക്കുന്നവരൊക്കെ ആയി മാറാൻ അവരുടെ ജനവികാരം ഉണർത്താൻ കാരണമാവുകയില്ല എന്നതാണ് ചോദ്യം. ഒന്ന്, ഇവിടെ സത്യനിഷേധികൾ യഥാർത്ഥത്തിൽ സത്യനിഷേധികൾ തന്നെയാണോ എന്നൊരു വിഷയം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. യുക്തിയുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തത്, ഇവര് അതിന്റെ പേരിൽ ഇതര മതസ്ഥർ എന്നല്ല, ഏത് വിഭാഗത്തിലും പെടുന്ന അള്ളാഹുവിന്റെ ദൂതന്റെ റിസാലത്തിന്, അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തെ നിഷേധിക്കുന്നവരെയാണ് സത്യനിഷേധികൾ എന്ന് പറയുന്നത്. അത് ബഹുദൈവ വിശ്വാസികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, നാസ്തികരുണ്ട്, അതുപോലെ പൂർവിക വേദ സമൂഹങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ അംഗീകരിക്കാത്ത ആളുകൾ, അവരൊക്കെ തന്നെ ഖുർആന്റെ ഭാഷയിൽ സത്യനിഷേധികളാണ്. ഇവരുടെ വികാരം അത് ഇളക്കി വിടൂലേ, അവര് ഇസ്ലാമിനെതിരിൽ തിരിയൂലേ എന്ന് ആണ് ചോദ്യം. തീർച്ചയായിട്ടും അവരതിൽ പ്രകോപിതരാവാനിടയുണ്ട്, അവർ ആ നിലക്ക് പ്രതികരിക്കാനിടയുണ്ട്. അങ്ങനെ അവര് നിരന്തരം പ്രതികരിച്ചിട്ടും അവരുടെ പ്രകോപനം കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്
ഈ സംഗതിയുടെ ഭാഗമാണ്. സത്യം സത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് അള്ളാഹു അങ്ങനെ തന്നെ പ്രഖ്യാപിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആജ്ഞാപിക്കുന്നത് നമുക്ക് സൂറത്തുൽ കാഫിറൂനിൽ കാണാൻ കഴിയും. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് തുടങ്ങുന്ന സൂറത്തില് സത്യനിഷേധികളെ, നിങ്ങളുടെ ആരാധ്യന്മാരെ, നിങ്ങൾ ഏതൊന്നിനെയാണോ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ആരാധിക്കുന്നവനല്ല ഞാൻ. ഞാൻ ആർക്കാണോ വഴിപ്പെട്ട്, ആർക്കാണോ വിധേയത്വം നൽകിക്കൊണ്ട്, ആരെ ആരാധിച്ചുകൊണ്ടാണോ കഴിയുന്നത് അവനെ ആരാധിക്കുന്നവരല്ല നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരുമായി വളരെ വ്യക്തതയോടുകൂടി വഴി പിരിയുന്ന പ്രഖ്യാപനം നടത്തുന്നത് നമുക്ക് സൂറത്തുൽ കാഫിറൂനിൽ കാണാൻ കഴിയും. ഈ ഒരു വേർപിരിയൽ, വഴിപിരിയൽ പ്രവാചകന്മാരുടെ ദൗത്യത്തിന്റെ ഭാഗം തന്നെയാണ്. എല്ലാവരെയും സുഖിപ്പിച്ചുകൊണ്ട്, എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട്, സന്തോഷിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു പോളിസി എടുക്കുന്ന ഒരാളല്ല പ്രവാചകന്മാർ. അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ദൗത്യം ആ സ്വഭാവത്തിലുള്ളതല്ല. അത് ജനാധിപത്യ ക്രമങ്ങളിലെ രാഷ്ട്രീയക്കാരുടെ ഒരു സ്വഭാവമാണ്. അവർക്ക് ആരോടും അങ്ങനെ പരസ്യമായിട്ട് ശത്രുത കാണിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയില്ലല്ലോ. അവർ ഈ ആളുകളുടെ വോട്ടിനെ ആശ്രയിച്ചുകൊണ്ടൊക്കെ കഴിയുന്ന ആളുകൾ ആയതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം സത്യവും അസത്യവും എന്ന നിലക്ക് കാര്യങ്ങളെ വേർതിരിക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. എല്ലാവരെയും സന്തോഷിപ്പിച്ച്, എല്ലാവരെയും തലോടി, എല്ലാവരുടെയും ആളായി നടക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നടക്കുക എന്നതാണ് അവരുടെ ചോയ്സ്. ആ ഒരു നിലപാട് കാണിക്കുന്നവരല്ല പ്രവാചകന്മാര്. കാരണം പ്രവാചകന്മാർ മനുഷ്യർക്കിടയിൽ ഫുർഖാനായിട്ട് നിലകൊള്ളുന്ന പ്രവർത്തിച്ച ആളുകളാണ്. സത്യവും അസത്യവും വേർതിരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് സത്യമാർഗം വെളിപ്പെടുത്തി കൊടുക്കാനാണ് ദൂതന്മാർ വന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഈ വിധത്തില് അവര് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോട് എതിർപ്പ് കാണിക്കുന്ന, അവരോട് ശത്രുതയും പകയും ഒക്കെ കാണിക്കുന്ന പല സമൂഹങ്ങളും പല വിഭാഗങ്ങളും ഉണ്ടാകും. അത് പാർട്ട് ഓഫ് ദി ഗെയിം എന്നാണ്, ഈ പരിപാടിയുടെ ഭാഗമാണത് എന്നാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊന്ന്, ഭയം കൊണ്ട് ആളുകളെ സത്യമാർഗം എന്ന് ഇസ്ലാം അവകാശപ്പെടുന്ന വിശ്വാസത്തിന് കീഴടങ്ങണം എന്ന് ആവശ്യപ്പെടുന്നത് ആധുനിക മനുഷ്യവംശം അംഗീകരിക്കുമോ എന്നതാണ്. ഭയപ്പെടുത്തിക്കൊണ്ട് ആളുകളെ സത്യമാർഗം അഥവാ ഇസ്ലാം അവകാശപ്പെടുന്ന സത്യമാർഗം അതിന് കീഴടങ്ങണം എന്ന് ആവശ്യപ്പെടുന്നത് ആധുനിക സമൂഹം അംഗീകരിക്കുമോ എന്നതാണ് ചോദ്യം. ആധുനിക സമൂഹം അംഗീകരിക്കാത്ത ഒരുപാട് സത്യങ്ങളുണ്ട്. അതിന്റെ അർത്ഥം അവ സത്യങ്ങളല്ല എന്നല്ല. ആധുനിക സമൂഹം ആണിനെ ആണായും പെണ്ണിനെ പെണ്ണായും അംഗീകരിക്കുന്ന ഒരു കൾച്ചർ പോലും വേണ്ടാന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ ജെൻഡർ ചോദിക്കരുത്, അറിയരുത്, ആണാണോ പെണ്ണാണോ എന്നത് ചോദിക്കാൻ പാടില്ല, പറയാൻ പാടില്ല. ഇതൊക്കെയാണ് ആധുനിക സമൂഹം മുന്നോട്ട് വെക്കുന്ന ഭീകരമായ ചില കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ആധുനിക സമൂഹത്തിന് സ്വീകാര്യമാണോ അല്ലേ എന്ന് നോക്കിയിട്ടല്ല ഖുർആൻ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. സത്യം മനുഷ്യരെ പഠിപ്പിക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. ആധുനിക സമൂഹം കൊണ്ട് നടക്കുന്ന ഒരുപാട് അബദ്ധങ്ങളുണ്ട്. അത് നമ്മൾ ആ അബദ്ധങ്ങളായി കാണുമ്പോഴാണ് നമ്മൾ സത്യത്തിന്റെ വാഹകരായി മാറുന്നത് എന്നത് മാത്രമാണ്. പിന്നെ ഇസ്ലാം ആരെയും സത്യമാർഗം സ്വീകരിക്കാൻ വേണ്ടി ഭീഷണിപ്പെടുത്തുകയോ നിർബന്ധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതേസമയത്ത് സത്യം വെളിപ്പെടുത്തി പറയും. അത് ഖുർആന്റെ പ്രഖ്യാപിത നയമാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. അള്ളാഹുവിന്റെ ഈ ദീനില് നിർബന്ധിക്കലില്ല. ആരെയെങ്കിലും നിർബന്ധിച്ച് അതിന്റെ അനുയായിയാക്കുക എന്നുള്ള പരിപാടി അതിനില്ല. എന്നാൽ സത്യവും അസത്യവും, റുഷ്ദും ഗയ്യും, ശരിയായ മാർഗവും തെറ്റായ മാർഗവും വേർതിരിക്കപ്പെടുക എന്നത് അതിന്റെ ഒരു നിബന്ധനയാണ്. അതിന് ആരെങ്കിലും പ്രകോപിതരാവോ, ആർക്കെങ്കിലും വിഷമുണ്ടാവോ എന്നതൊന്നും ഇസ്ലാം അക്കാര്യത്തിൽ നോക്കാറില്ല. കാരണം ഒരാൾക്ക് വിഷമമുണ്ടാവുമെങ്കിൽ വേറെ ഒരുപാട് ആയിരങ്ങള് അതിൽ സന്തോഷിക്കുന്നവരുണ്ടാവും. ഉള്ളിന്റെ ഉള്ളില് സത്യസന്ധതയോട് കൂടി ജീവിക്കുന്ന ആളുകൾ സത്യം എന്താണ് എന്ന് മനസ്സിലായാൽ അതിന്റെ കൂടെ നിൽക്കാമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ആളുകള് മനുഷ്യ സമൂഹത്തിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് സത്യം വെളിപ്പെടുത്തുക എന്നത് ഖുർആന്റെ പ്രഖ്യാപിതമായ ഒരു നയമാണ്, ഇസ്ലാമിന്റെ ഒരു പോളിസിയാണ്. അത് ആർക്കൊക്കെ എത്രയൊക്കെ പ്രയാസം ഉണ്ടാക്കുന്നതാണെങ്കിൽ പോലും
ആധുനിക മനുഷ്യ സമൂഹത്തിന് സ്വീകാര്യമാവുമോ ഇല്ലയോ എന്നത് ഇതിലൊരു വിഷയമേ അല്ല. ആധുനികം എന്നത് ഒരു അവസാന വാക്കല്ല. നമ്മളൊക്കെ ഇപ്പൊ എന്റെ തലമുറയിലുള്ള ആളുകളൊക്കെ തന്നെ പൗരാണികരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നാളെ വരുന്ന അടുത്ത തലമുറ ഇന്നത്തെ യുവതലമുറയുടെ അഭിപ്രായങ്ങൾ തന്നെ വെച്ചു പുലർത്തുന്നവരാകും എന്ന് ആർക്കും പറയാൻ വയ്യ. ഇന്ന് ആധുനികര് എന്ന പേരിൽ നമ്മൾ ആരെ വിശേഷിപ്പിക്കുന്നുണ്ടോ അവരെയൊക്കെ അടുത്ത തലമുറ അറിവുപഴഞ്ചന്മാർ, മഹാമണ്ടന്മാർ എന്നൊക്കെ പറയാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരാരും ആധുനികര് ആവുന്നത് ഒരിക്കലും തന്നെ ഈ കാര്യത്തിലോ വേറെ ഏതെങ്കിലും കാര്യത്തിലോ ഉള്ള അവസാന വാക്കല്ല. ഇപ്പൊ നമ്മള് ജനാധിപത്യത്തെ കുറിച്ച് അങ്ങനെ പറയാറുണ്ട്. ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ഏറ്റവും ശാസ്ത്രീയമായ രാഷ്ട്രീയ വ്യവസ്ഥ എന്നൊക്കെ പലരും ജനാധിപത്യത്തെ കുറിച്ച് പറയാറുണ്ട്. പക്ഷെ ഇന്ന് അത് കഴിഞ്ഞ് എന്റെ കുട്ടിക്കാലത്തൊക്കെയുള്ള ലോകത്ത് ഏറ്റവും ശക്തമായിട്ട് ഉയർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രീയ ദർശനം എന്ന് പറയുന്നത് ജനാധിപത്യമായിരുന്നു. എന്നാൽ ഇന്നോ എന്റെ ഒരു ആയുഷ്കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ പോസ്റ്റ് ഡെമോക്രസി എന്ന ചിന്ത ശക്തിപ്പെട്ടു വന്നിരിക്കുകയാണ്. ജനാധിപത്യാനന്തരം എന്ന ചിന്ത. അപ്പോ സെക്യുലറിസത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പോസ്റ്റ് സെക്യുലറിസം എന്നുള്ള ആശയങ്ങൾ കടന്നു വരികയാണ്. അപ്പൊ നമ്മൾ ആധുനികം എന്ന് പറഞ്ഞു വെക്കുന്നതിനോ പൗരാണികം എന്ന് പറഞ്ഞു വെക്കുന്നതിനോ യാതൊരു പ്രസക്തിയില്ല. നിങ്ങൾക്ക് സത്യം കണ്ണു തുറന്ന് കാണണമെന്നുണ്ടെങ്കിൽ കണ്ടോളൂ എന്നതാണ് ഖുർആൻ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന ഒരു നിലപാട്. പിന്നെ ഭീഷണികൾക്ക് വഴങ്ങുന്ന ഭീരുക്കളാണോ ഇന്നത്തെ ജനങ്ങൾ എന്നാണ് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം. ആവേണ്ടതില്ല. ആരാണ് ഭീഷണികൾക്ക് വഴങ്ങണം എന്ന് പറയുന്നത്? ഭീഷണികൾക്ക് ഇസ്ലാമിന്റെ ആളുകൾ വഴങ്ങാറില്ലാത്തത് കൊണ്ടാണ് മുസ്ലിങ്ങളായിട്ട് എല്ലാവരും എന്നും സംഘർഷപ്പെടുന്നത് കാണാൻ സാധിക്കുക. ഇന്ത്യയിൽ നിരന്തരം ഇസ്ലാമിനെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ആക്രമണങ്ങള് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും അതുപോലെ മറ്റു പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകളുടെ ഭാഗത്തുനിന്നും ഒക്കെ നിരന്തരം ഉണ്ടാകുന്നുണ്ട്. ആഗോളതലത്തിലും അത്തരം സംഗതികൾ ഉണ്ടാകുന്നുണ്ട്. ഭീഷണികൾക്ക് വഴങ്ങുക എന്നത് ഇസ്ലാം അംഗീകരിക്കുകയും ചെയ്യുന്നില്ലാത്ത ഒരു സംഗതി ആയതുകൊണ്ടാണ് അത് പ്രയോഗത്തിൽ അങ്ങനെ ആവണത്. എന്നിട്ടിപ്പോ നിങ്ങൾ പറയുന്നത് ഇസ്ലാം ഭീഷണിപ്പെടുത്തിയിട്ട് ആളുകളെ സത്യമാർഗത്തിൽ കൊണ്ടുവരുന്നുണ്ട് എന്നാണോ? എന്നാൽ അള്ളാഹ്ക്ക് ഇതൊന്നും ഇത്ര പ്രയാസം ഉണ്ടായിരുന്നില്ല. പോത്തുകളെയോ കന്നുകാലികളെയോ അതുപോലെ പക്ഷികളെയോ മത്സ്യങ്ങളെയോ ഒക്കെ പോലെ അള്ളാഹുവിന് പൂർണ്ണമായിട്ട് വഴിപ്പെടുന്ന പ്രകൃതത്തോടു കൂടി മനുഷ്യരെ തുടക്കത്തിലെ അങ്ങ് സൃഷ്ടിച്ചാൽ മതിയായിരുന്നു. ഒരു പ്രയാസം ഉണ്ടാവുമായിരുന്നില്ല മനുഷ്യരെ എല്ലാവരെയും അള്ളാഹ്ക്ക് വിധേയപ്പെട്ട് കഴിയുന്നവരാക്കി മാറ്റാൻ. അത് വേണ്ടാന്ന് വെച്ചുകൊണ്ടാണ് അള്ളാഹു സ്വതന്ത്ര പ്രകൃതമുള്ള സൃഷ്ടികളായിട്ട് മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതാണ് ഖുർആൻ വെളിപ്പെടുത്തുന്ന വസ്തുത. അത് യുക്തി കൊണ്ടും ശാസ്ത്ര തലത്തിലും ആലോചിച്ചാലും നമുക്കത് ബോധ്യപ്പെടുകയും ചെയ്യും. മറ്റൊരു ചോദ്യം, അദൃശ്യമായതും അവിശ്വസനീയമായതുമായ സ്വർഗ നരകം എന്നീ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അള്ളാഹു 1400 വർഷങ്ങൾക്ക് മുമ്പത്തെ മനുഷ്യന്റെ സാമാന്യബോധം അംഗീകരിക്കില്ല എന്ന കാരണത്താൽ സൂര്യൻ ഉൾപ്പെടെയുള്ള പ്രപഞ്ച സത്യങ്ങളെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ അവതരിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് യുക്തിയാണോ? അത് നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിന് നൽകിയ മറുപടിയോടുള്ള പ്രതികരണമാണ്. ഞാൻ സൂര്യനെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചും പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെ കുറിച്ചും ഒക്കെ ഖുർആൻ വിവരിച്ചിരിക്കുന്നത് മനുഷ്യന്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് എന്ന് പറയുകയുണ്ടായി. അതിന് കാരണം മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഭാഷയിലാണ് മനുഷ്യനോട് ഖുർആൻ സംവദിക്കുന്നത് എന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അതാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അത് വളരെ ബാലിശമായ വിവരണമല്ലേ എന്നത്. ഇപ്പോ ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചങ്ങൾക്ക് അതീതമായ ഒരിടം, അതാണല്ലോ അള്ളാഹുവിന്റെ ഇടം. പ്രപഞ്ചങ്ങൾക്ക് അതീതമായ ഇടത്തിൽ നിന്ന് പ്രപഞ്ചത്തെ നോക്കി കണ്ടുകൊണ്ട് വിവരിക്കുന്ന വിധത്തിലോ ഒന്നും അല്ല. മറിച്ച് സയ്യന്ന സമാ എന്ന് പറയുന്ന കാണാൻ കഴിയും. സയ്യന്ന സമാ അദ്ദുന്യ, അത് കീഴാകാശത്തിന് നാം വിളക്കുകളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എന്ന്. ഇത് എവിടെ നിന്ന് നോക്കുമ്പോഴാണ് ആ വിവരണം ശരിയാവുക? ഭൂമിയിൽ നിന്ന് മേലോട്ട് നോക്കുമ്പോൾ നമുക്ക് അവിടെ ആകാശത്തില് നമ്മുടെ കാഴ്ചയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു അലങ്കൃതമായ ഒരു ആകാശമുണ്ട്. അതിനെ കുറിച്ചാണ് പറയുന്നത്.
വേറെ ഏതെങ്കിലും ഒരു ആംഗിളിൽ നിന്നാണ് ഇത് ദർശിക്കുന്നതെങ്കിൽ കാഴ്ച ഇങ്ങനെയാവില്ല. ബഹിരാകാശ യാത്ര നടത്തിയ ശാസ്ത്രജ്ഞന്മാര് വെളിപ്പെടുത്തുന്നുണ്ട് അവരുടെ ആകാശ കാഴ്ചയുടെ അനുഭവത്തെ കുറിച്ച്. ഒരിക്കലും തന്നെ അവര് നമ്മൾ ഭൂമിയിൽ നിന്ന് കാണുന്ന വിധത്തിലുള്ള ഒരു കാഴ്ചയല്ല ആകാശത്തെ കുറിച്ച് അവർക്ക് കാണാൻ പറ്റുന്നത്. അത് ഇത്ര ആകർഷകമായ, വളരെ കമനീയമാക്കി വിളക്കുകൾ കൊണ്ട് അലങ്കൃതമായ ഒരു ഒരു മേൽക്കൂര പോലെയല്ല അവർക്ക് ആകാശത്തെ കാണാൻ പറ്റുന്നത് എന്നത് പല പ്രമുഖരായ ശാസ്ത്രജ്ഞന്മാരും ബഹിരാകാശ പര്യവേഷണത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ള ആളുകളും വെളിപ്പെടുത്തിയത് നമുക്ക് അവരുടെ രചനകളിൽ കാണാൻ സാധിക്കും. അപ്പൊ ഖുർആൻ വിവരിച്ചിരിക്കുന്നത് മനുഷ്യന്റെ ഭാഷയിൽ മനുഷ്യാനുഭവങ്ങളെ ഭൂമിയിൽ നിന്നുകൊണ്ട് മനുഷ്യർക്ക് അനുഭവപ്പെടുന്ന ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ്. അതേ മനുഷ്യന് ഉൾക്കൊള്ളാൻ സാധിക്കൂ എന്നതാണ് അതിന് കാരണം. അത് തന്നെ വസ്തുതാപരമായ നിലക്ക് മാത്രവുമാണ്. അതുകൊണ്ട് എന്തെങ്കിലും അബദ്ധങ്ങൾ പറയല്ല ഖുർആൻ ചെയ്യുന്നത്. ഖുർആൻ എല്ലാം പറയുന്നില്ല, എല്ലാം പറയാതിരിക്കുന്നത് മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റൂല എന്നുള്ളത് കൊണ്ടാണ്. ഇതിനെ പണ്ടെന്നോ ആളുകള് വലിച്ചെറിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടാകും. ഈ വളരെ സ്പെസിഫിക് ആയ സയന്റിഫിക് ആയ കാര്യങ്ങൾ മാത്രമാണ് ഖുർആൻ പറയുന്നുണ്ടായിരുന്നത് എങ്കിൽ. പക്ഷെ അങ്ങനെയല്ല. ഖുർആൻ മനുഷ്യന്റെ പല കഴിവുകളും പല തലത്തിലുമൊക്കെയുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു ഭാഷയിലാണ് കാര്യങ്ങൾ വിവരിക്കുന്നത്. ഏറ്റവും പ്രയാസകരമായിട്ട് മാത്രം ഒരുപാട് നൂറ്റാണ്ടുകളുടെ പ്രയത്നത്തിലൂടെ മാത്രം മനുഷ്യന് എത്തിച്ചേരാൻ പറ്റുന്ന ശാസ്ത്രീയമായ അറിവുകളുണ്ട്. ആ അറിവുകൾ ഖുർആൻ വെളിപ്പെടുത്തുന്നത് പോലും ഈ വിധത്തില് ആ കാലഘട്ടത്തിലെ ആളുകൾക്കും ഈ കാലഘട്ടത്തിലെ ആളുകൾക്കും ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിലെ ആളുകൾക്കും ഒരേപോലെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഭാഷയിലാണ്. അതാണ് ഖുർആന്റെ ഒരു മിറക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ ഇക്കാലത്ത് മാത്രം മനസ്സിലാക്കിയ ഒരു വസ്തുതയാണ് എംബ്രിയോയിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ. ഒരു 100 150 വർഷത്തിന് ഉള്ളിൽ മാത്രമാണ് മനുഷ്യന് ഭ്രൂണത്തെ കുറിച്ചുള്ള അതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള വസ്തുതകൾ വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ളത്. പുതിയ ഉപകരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് മനുഷ്യന് പഠിക്കാൻ സാധിച്ചപ്പോൾ മാത്രമാണ് ഈ ഭ്രൂണത്തിന്റെ വളർച്ചയുടെ പല ഘട്ടങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത് ഖുർആൻ വിവരിക്കുന്നുണ്ട് 1450 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. പക്ഷെ അത് വിവരിക്കുന്നത് ഇന്നത്തെ ശാസ്ത്രത്തിന്റെ സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടല്ല, ജാർഗൻസ് ഉപയോഗിച്ചുകൊണ്ടല്ല ഖുർആൻ വിവരിക്കുന്നത്. അന്നത്തെ ആളുകൾക്ക് ഒരു തലത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഇന്നത്തെ ആളുകൾക്ക് അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു തലത്തിൽ മനസ്സിലാക്കാൻ കഴിയും. നാളെ ഒരു പക്ഷേ ഇന്നത്തെ തലമുറക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാൾ മെച്ചപ്പെട്ട വിധത്തിൽ മനസ്സിലായിട്ടുണ്ടാവും കാര്യങ്ങൾ. അപ്പോഴും ഖുർആൻ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതിന്റെ തിളക്കമാർന്ന വിധത്തിൽ, അതിന്റെ അജായിബും അതിന്റെ ഇജാസും കൂടുതൽ വെളിപ്പെടുന്ന വിധത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ഖുർആന്റെ അമാനുഷികതയുടെ ഒരു തെളിവ് തന്നെ എന്ന് സൂചിപ്പിക്കാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോ അള്ളാഹു ഈ വിശുദ്ധ ഖുർആന്റെ രചനാപരമായിട്ടുള്ള ഒരു വലിയ അത്ഭുതമാണ് നമ്മളെ ഇതിൽ ബോധ്യപ്പെടുത്തുന്നത്. ഒരു 1500 2000 വർഷങ്ങള് മനുഷ്യർ വായിക്കാൻ സാധ്യതയുള്ള ഒരു ഡോക്യുമെന്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഏത് ഭാഷയിൽ അത് തയ്യാറാക്കും എന്നതൊന്ന് ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും ഭാഷയുണ്ടോ ഇന്ന് ലോകത്ത് നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കിയിട്ട് 1500 കൊല്ലം മുമ്പ് തയ്യാറാക്കി വെച്ചത് ഒരു ഭൂമിയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആധാരമാണ് എന്ന് സങ്കല്പിച്ചോളൂ. നിങ്ങൾക്ക് ഇന്ന് അത് വായിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയും? അതിന് പറ്റുന്ന വിധത്തിലുള്ള ഭാഷ നിലനിൽക്കുന്നുണ്ടാവുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് തയ്യാറാക്കിയ ഒരു ടെക്സ്റ്റ് ഇന്ന് വായിക്കുമ്പോൾ അതില് ദുർഗ്രഹമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ തന്നെ എന്റെ കുട്ടിക്കാലത്ത് നമ്മള് സെന്റും ഏക്കറും ഒക്കെ ആയിരുന്നു അളവിന് പറയാറുണ്ടായിരുന്നത്. ഇപ്പോ വേറെ ചില പദങ്ങൾ ആറെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പദങ്ങളാണ്. എനിക്ക് മനസ്സിലായിട്ടില്ല അതെങ്ങനെയാണ് കണക്കാക്കൽ എന്നുള്ളത്. ഒരു 6 ഉണ്ട്, 2 6 എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അളവിനെ നമ്മുടെ ഈ ഇപ്പം രജിസ്റ്റർ ഓഫീസുകാര് രേഖപ്പെടുത്തുന്നത്. അപ്പോ ഈ വിധത്തില് ഭാഷ തന്നെ മാറുകയാണ്. പക്ഷെ വിശുദ്ധ ഖുർആൻ വളരെ അത്ഭുതകരമായിട്ട് അതിജീവിക്കുന്നു. 1500 വർഷം മുമ്പ് മനുഷ്യരുടെ കൈകളിൽ എത്തിയിട്ടുള്ള ഈ കിതാബ് അതിന്റെ അക്ഷരങ്ങളോ വാക്കുകളോ വ്യത്യാസപ്പെടാതെ തന്നെ ഇന്നും നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന കൂടുതൽ കൂടുതൽ അർത്ഥ സാധ്യതകൾ വെളിപ്പെട്ടു വരുന്ന ഒരു അത്ഭുത പ്രതിഭാസമായിട്ട് നമ്മുടെ മുന്നിൽ
നിലക്കൊള്ളുകയാണ്. ഇതാണ് ഖുർആന്റെ അജായിബിന്റെ ഒരു തലം, ഖുർആന്റെ അമാനുഷികതയുടെ ഒരു തലമാണത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആകാശത്തെയും ഭൂമിയെയും പ്രപഞ്ച സംവിധാനങ്ങളെ കുറിച്ചൊക്കെ ഖുർആൻ നടത്തുന്ന പരാമർശങ്ങള് കാലഹരണപ്പെടുകയല്ല, കൂടുതൽ കൂടുതൽ തിളക്കമാർന്നതായി മാറുകയാണ്. ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഭാഷ അതിനുണ്ട്. അതേപോലെ ആധുനിക സമൂഹത്തിലെ ആളുകൾക്ക് അതിനേക്കാൾ അർത്ഥതലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തലവും അതിൽ കാണാൻ സാധിക്കും. മറ്റൊരു ചോദ്യം എസ്കെയുടെ തന്നെ, ദശാവതാരങ്ങളിൽ ജലത്തിൽ ഉത്ഭവിക്കുന്ന മത്സ്യാവതാരം മുതൽ ആധുനിക മനുഷ്യനായി ശ്രീകൃഷ്ണൻ വരെ ക്രമാനുഗതമായ ഒരു പരിവർത്തനമല്ലേ കാണുന്നത്? ഇന്നത്തെ ശാസ്ത്രം അതേ സമാന ചിന്തകളല്ലേ സ്ഥാപിച്ചത് എന്നതാണ്. ഈ ദശാവതാരങ്ങളിലെ ഒരു അവതാരമാണ് മത്സ്യാവതാരം. അത് ദൈവത്തിന്റെ ഒരു രൂപമാണ്, ഒരു ഘട്ടമാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ശ്രീകൃഷ്ണൻ മനുഷ്യന്റെ രൂപത്തിൽ വന്ന ദൈവത്തിന്റെ അവതാരമായിട്ടാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോ പല ഘട്ടങ്ങളിൽ പല രൂപങ്ങളിലൂടെയായി ദൈവം അവതരിക്കുകയായിരുന്നു. അവസാനം ശ്രീകൃഷ്ണൻ എന്ന മനുഷ്യ രൂപത്തിൽ അവതരിച്ചു. ഇത് ശാസ്ത്രീയമായ പരിവർത്തനമല്ലേ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കാര്യം തന്നെ, അവതാരം എന്ന ഈ സംഗതി തന്നെ ഖുർആൻ തള്ളിക്കളയാണ്. അങ്ങനെ ഒരു സംഗതി ഇല്ല. ദൈവം ദൈവമാണ്. ദൈവം മറ്റെന്തെങ്കിലുമായിട്ട് അവതരിക്കുന്നില്ല. അവതരിപ്പിക്കപ്പെടുന്നത് പ്രവാചകന്മാരും അവർ കൊണ്ടുവന്ന വേദഗ്രന്ഥങ്ങളുമാണ്. ഇതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കാര്യം. അവതാരം എന്ന് ഇവര് ഹൈന്ദവ പശ്ചാത്തലത്തിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത് പ്രവാചകന്മാരാണ്. ശ്രീകൃഷ്ണൻ ഒരു പക്ഷേ പൗരാണിക ലോകത്ത് മനുഷ്യ സമൂഹത്തിന്റെ വഴികാട്ടിയായി വന്ന ഒരു പ്രവാചകൻ ആയിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. ചില റിസംബ്ലൻസസ് നമ്മൾക്ക് പരിശോധിച്ചാൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ ദൗത്യ നിർവഹണവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ശ്രീകൃഷ്ണന്റെ ദൗത്യത്തെ നമുക്ക് ആ കഥ രൂപപ്പെട്ടു വന്ന പശ്ചാത്തലം അതിനെ നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാനൊക്കെ സാധിച്ചെന്ന് വരും, അല്ലാഹു ആലം. പക്ഷെ അതില് ഇതൊരിക്കലും തന്നെ ദൈവം അവതരിക്കലല്ല. അതുപോലെ മത്സ്യാവതാരം എന്നത് വെറും കെട്ടുകഥയാണ്. അത് ഒരു ഒരു ഐതിഹ്യത്തിൽ മാത്രം നിലനിൽപ്പുള്ള ഒരു കാര്യമാണ് എന്നതാണ് അത് സംബന്ധമായ ഇസ്ലാമിന്റെ വീക്ഷണം. അപ്പോ ഇതൊന്നും തന്നെ ശാസ്ത്രീയമായ സംഗതിയോ ശാസ്ത്രീയമായ വളർച്ചയോ ദൈവത്തിന്റെ പല രൂപങ്ങളിലായിട്ടുള്ള അവതരിക്കലോ ആയിട്ടല്ല, മറിച്ച് അള്ളാഹു നടപ്പിലാക്കിയിട്ടുള്ളത് ആദം അലൈഹിസ്ലാം മുതൽ അവസാനത്തെ തലമുറയിലെ മനുഷ്യന് വഴികാട്ടിയായിട്ട് നിയോഗിക്കപ്പെട്ടവർ വരെ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അള്ളാഹുവിന്റെ സന്ദേശവുമായിട്ട് കടന്നു വരുന്ന ദൂതന്മാർ മാത്രമാണ് എന്നതാണ് വസ്തുത. ഇസ്ലാം നിങ്ങൾ ഈ പരാമർശിക്കുന്ന ദശാവതാരങ്ങളെയോ അതിലെ മത്സ്യാവതാരത്തെയോ അവസാനം ശ്രീകൃഷ്ണൻ മനുഷ്യനായിട്ട് ദൈവം അവതരിച്ചു എന്നതിനെയോ ഒന്നും അംഗീകരിക്കുന്നില്ല. അത് മനുഷ്യന്റെ ഭാവനാ സൃഷ്ടികളായ കൽപ്പിതമായ കഥകളായിട്ട് മാത്രമാണ് ഇസ്ലാം അതിനെ നോക്കിക്കാണുന്നത്. ഇന്നത്തെ ശാസ്ത്രം അതേ സമാന ചിന്തകളെയല്ലേ സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ അതിനുത്തരം അങ്ങനെയല്ല. അത് നിങ്ങൾ വെറുതെ സങ്കല്പിച്ചുണ്ടാക്കുന്ന വളരെ ഫൂളിഷായ അബദ്ധജടിലമായ ആശയം മാത്രമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ പറയാനിപ്പോ നേരം ഇല്ലാത്തതുകൊണ്ടാണ്. ഇനിയും നിങ്ങൾ ചോദിക്കുന്നറിയാം. അപ്പൊ ചോദ്യങ്ങൾ ഇനി വരുമ്പോ അതിന് ഞാൻ പ്രതികരണം നൽകാം. ഒരു അവസാനത്തെ ചോദ്യം ഇന്ന്, ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ സ്വയം ഭഗവാനാണ് എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. വിശ്വരൂപം കാട്ടുന്നതിലൂടെ പ്രപഞ്ചരൂപിയായ വിരാട രൂപം താൻ തന്നെ എന്ന് ശ്രീകൃഷ്ണ അവതാരം സ്ഥാപിക്കുന്നുണ്ടല്ലോ എന്ന്. ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ക്രൈസ്തവർ പറയുന്നതും കാണാം. ഈസാ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ ദൂതനായിരുന്നു. അള്ളാഹുവിന്റെ ദൂതൻ മാത്രമാണ്, മനുഷ്യപുത്രനാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മറിയം റളിയല്ലാഹു അൻഹയില് ഉണ്ടായ കുഞ്ഞ് ജനിച്ച് പ്രായമായപ്പോ അള്ളാഹു നിശ്ചയിച്ച സന്ദർഭത്തിൽ പ്രവാചകനായി രംഗത്ത് വന്ന ആളാണ് ഈസാ അലൈഹി ഇസ്ലാം. വ്യത്യസ്തതയോടുകൂടി ജനിച്ച ആളാണ്. പക്ഷേ അദ്ദേഹം മനുഷ്യൻ എന്നതിനപ്പുറത്തേക്ക് യാതൊന്നും ആയിരുന്നില്ല. അള്ളാഹുവിന്റെ ദൂതനായ ഒരു മനുഷ്യൻ മാത്രമായിരുന്നു ഈസാ അലൈഹി ഇസ്ലാം. ഇതേപോലെ ശ്രീകൃഷ്ണനും അങ്ങനെ ഒരു സാധ്യത മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അത് ദൈവം
ഏതെങ്കിലും രൂപത്തിൽ ഭഗവാനാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്, ശ്രീകൃഷ്ണൻ താൻ തന്നെയാണ് ഭഗവാൻ എന്ന് പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളെ ഒന്നും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു അവതാര സങ്കല്പം തന്നെ അബദ്ധമാണ് എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം. മാത്രമല്ല ഈ കാര്യത്തില് ഈ പൂർവിക മതങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യഥാർത്ഥത്തില് അതിന്റെ യഥാർത്ഥമായ സന്ദേശങ്ങൾ, സത്യ അധിഷ്ഠിതമായിട്ടുള്ള അത്തരം മതങ്ങളുടെ സന്ദേശങ്ങള് മനുഷ്യന് പല ഘട്ടങ്ങളിലായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അത് വികലമാക്കപ്പെട്ടിട്ടുണ്ട് എന്നത് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. ആധികാരികതയുടെ ഒരു സംഗതിയും അവശേഷിക്കാത്ത അവസ്ഥയിലാണ് ഈ അവതാരം പോലെയുള്ള സങ്കല്പങ്ങളും ആശയങ്ങളും നിലകൊള്ളുന്നത്. അത് സത്യമാണ് എന്നത് നമുക്ക് ഒരിക്കലും തന്നെ കണ്ടെത്താൻ സാധിക്കുകയില്ല. ദൈവം അങ്ങനെ ആരുടെയെങ്കിലും രൂപത്തിൽ അവതരിക്കുകയും ഇല്ല. മറിച്ച് ദൈവം മനുഷ്യനെ പഠിപ്പിക്കാനുള്ള സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് ദൂതന്മാരെ അയക്കുന്ന ഒരു നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നതാണ് ഖുർആൻ വെളിപ്പെടുത്തുന്ന കാര്യം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.